ശബ്ദം ഓർത്തിരിക്കാൻ എന്തെങ്കിലും ഒരു കുഞ്ഞ് എലമെന്റ് ഉണ്ടാവില്ലേ? അതെന്തായിരിക്കും? ശബ്ദത്തിലൂടെ നമുക്ക് ഒരാളുടെ രൂപം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളിൽ ബഹുഭൂരിഭാഗം ആൾക്കാരും ആക്ച്വൽ വോയിസ് അറ്റൈൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. യാത്രയും കൃപയ ധ്യാൻ കെജിയെ. പിന്നെ നമ്മൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ തിരക്കിലാണ്. നല്ല കട്ടി വേണം വോയിസ്. വീട്ടിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നാട്ടുകാരോ പറഞ്ഞിട്ടുണ്ടാവും ശബ്ദം കുറയ്ക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വോയിസിലും ഇത് പോസിബിൾ ആണ്. ശബ്ദം കൊണ്ട് നമുക്ക് മാജിക് കാണിക്കാൻ പറ്റും. അത് ഏതൊരാൾക്കും സാധിക്കും. പക്ഷേ ഞാനൊരു കണ്ണൂരുകാരിയാണ്. എപ്പോഴും പലപ്പോഴും നമ്മൾ വിചാരിച്ചാലും കണ്ണൂർ സ്ലാങ് കയറി വരും. അപ്പോൾ എൻ്റെ സൈഡിൽ എവിടെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും സാറിന് കറക്റ്റ് ചെയ്യാം. അത് നമ്മുടെ ഓഡിയൻസിനെ കൂടെ ഹെൽപ്പ് ചെയ്യും. ഈയോ എന്ന് കോഴിക്കോട് നമ്മൾ പൊതുവേ പറയുന്നൊരു രീതി, ഈ എവിടുന്ന വരുന്നതെന്ന് ചോദിക്കും. കൈക്കങ്ങ ജായ്ച്ച പായ്പ ബായ്പമ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും വോയിസ് ആർട്ടിസ്റ്റൊക്കെ ആവാം. ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. ഈ ഒരു സൗണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ടി വിയിൽ പരസ്യം വരുമ്പോഴാണോ? അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ നമ്മൾ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് വരില്ലേ, അതിലാണോ? ശബ്ദ മേഖലയിൽ നമ്മൾ ഒരുപാട് വട്ടം പരസ്യങ്ങളിലും ഓഡിയോ ബുക്സിലൊക്കെ കേട്ടിട്ടുള്ളൊരു ശബ്ദമാണിത്. പക്ഷേ ഇതിൻ്റെ പിറകിലുള്ള ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആളൊരു വോയിസ് ആക്ടർ മാത്രമല്ല, നമ്മളെ പോലെയുള്ള ആളുകളുടെ കമ്മ്യൂണിക്കേഷനും കോൺഫിഡൻസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രെയിനർ കൂടിയാണ്, വോയിസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോച്ച് കൂടിയാണ്. ലെറ്റ്സ് വെൽക്കം ദ മാൻ ബിഹൈൻഡ് ദ വോയിസ്, ജിൻസിൽ സർ. വെൽക്കം സർ. താങ്ക് യു സർ. നമ്മൾ ഒരുപാട് പ്രാവശ്യം സാറിൻ്റെ ശബ്ദം പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. ശരിക്കും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ശബ്ദങ്ങളൊക്കെ ഓർത്തിരിക്കുന്നത്? ശബ്ദം ഓർത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ഐഡൻറ്റിറ്റിയാണ് യഥാർത്ഥത്തിലെ ശബ്ദം. ഒരുപക്ഷെ ശബ്ദത്തിലൂടെയായിരിക്കും മനുഷ്യൻ മാത്രമല്ല എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരുപോലെ നമ്മൾ കേൾക്കുന്ന ഇടത്തുനിന്ന് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൗതുകം ഉണ്ടാവില്ല മനുഷ്യന്. ആ കൗതുകമായിരിക്കാം ആളുകൾക്ക് നമ്മളെ കേട്ടിരിക്കാനായിട്ട് തോന്നുന്നത്. ബിക്കോസ് നമ്മളൊരു പാട്ട് പാടുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സംസാരിക്കുന്നത്. അവിടെ ഒരു റിത്തം ഉണ്ട്. ആ റിത്തം കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ആളുകൾ കേൾക്കാനായിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതാണ് എനിക്ക് ആ രീതിയിൽ തോന്നുന്നത്. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഡെയിലി ലൈഫിൽ നമ്മൾ ഈ ചില ശബ്ദങ്ങൾ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കും. ചില സിനിമ ഡയലോഗ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ റെയിൽവേയിലുള്ള അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ഇല്ലേ, യാത്രയും കൃപയ ധ്യാൻ കെജിയെ. പിന്നെ നമ്മൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ തിരക്കിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ശബ്ദങ്ങളാണ്. പക്ഷെ അവരൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ശബ്ദം ഓർത്തിരിക്കാൻ എന്തെങ്കിലും ഒരു കുഞ്ഞ് എലമെന്റ് ഉണ്ടാവില്ലേ, അതെന്തായിരിക്കും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരികൾ അല്ലെങ്കിൽ ഈ ശബ്ദമൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നത് റിപ്പീറ്റേഷൻ കൊണ്ടാണ്. പരസ്യങ്ങളുടെ ഒരു സ്വഭാവം നമ്മൾ പലതും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതുകൊണ്ടാണ്. ഈ ഫോൺ വിളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ടി വിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് പലപ്പോഴും വരുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ കേൾക്കുന്ന സമയത്ത് ഓക്കെ, ആ റിപ്പീറ്റേഷൻ നമ്മൾ ഏത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പാട്ടൊക്കെ പഠിക്കുന്ന പോലെ തന്നെയല്ലേ, ചില വരികൾ നമുക്ക് ഓർമ്മയുണ്ടാവും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ. പക്ഷേ ശബ്ദത്തിലൂടെ നമുക്ക് ഒരാളുടെ രൂപം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചില ആളുകൾ ഫോണിൽ വിളിക്കുമ്പോൾ അത് ഹയർ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ചില ആളുകൾ വിളിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലാതെ പലരെയും വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നതിന് ശേഷം ഞാൻ നേരിട്ട് കാണാൻ പോയ സമയത്ത് അവരെന്നോട് ചോദിച്ചു, നിങ്ങളാണോ വിളിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ രൂപവും എൻ്റെ ശബ്ദവും തമ്മിൽ പലപ്പോഴും മാച്ചായിട്ട് വരാതി വന്നിട്ടുണ്ട്. അതിലേറ്റവും വലിയൊരു ഉദാഹരണം, ഇപ്പോൾ എൻ്റെ ശബ്ദം അത്രയേറെ ബേസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ തമിഴ് നടൻ അർജുൻ ദാസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിക്രത്തിൽ പറയുന്നുണ്ടല്ലോ, റോളക്സ് അവൻ പേര് ദില്ലി എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നൊരു ഡയലോഗുണ്ട് കുറേ ഓഡിയൻസിൻ്റെ പുറകിൽ നിന്ന്. അയാളുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു മെലിഞ്ഞ ശരീരമുള്ളൊരു നല്ല ഫിറ്റായിട്ടുള്ളൊരു ശരീരമുള്ള ആളാണ്. പക്ഷേ അയാളുടെ ശരീരത്തിൽ നിന്ന് അത്രയും ബേസ് വോയിസ് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ മാറി നിന്ന് കേൾക്കുമ്പോൾ ഇയാളാണോ ഈ രൂപത്തിൽ നിന്നാണ് ഈ ശബ്ദം വരുന്നത് നമുക്ക് ഡൗട്ട് തോന്നും. ചില ആളുകളുടെ നമ്മൾ കേൾക്കുമ്പോൾ അയാളുടെ ശരീരവും ശബ്ദവും മാച്ചായിട്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ ചിലത് സംഭവിക്കണമെന്നില്ല. അപ്പോൾ ആളുകൾ പലപ്പോഴും എനിക്ക് ഇതേപോലെ തന്നെ എൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പണ്ട് ആകാശവാണിയിൽ ആർ കെ മാമൻ്റെ ശബ്ദം കേൾക്കുമായിരുന്നു. ഹലോ ഇഷ്ടഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആർ കെ മാമൻ്റെ പരിപാടി. അതുപോലെ തന്നെ ഗാൻ കാവിൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹമൊക്കെ വളരെ
കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ശബ്ദമാണെന്ന് തോന്നും. ആളുകളുടെ ഒരു തോട്ട് അങ്ങനെയാണ്. പക്ഷേ ശബ്ദം കൊണ്ട് നമുക്ക് മാജിക് കാണിക്കാൻ പറ്റും. അത് ഏതൊരാൾക്കും സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോ ശബ്ദത്തിനും അതിൻ്റേതായ ഐഡൻറ്റിറ്റിയും ആ ഒരു കാര്യം ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ കാര്യം. സാർ ഈ ഒരു ശബ്ദ മേഖലയിൽ നമുക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വോയിസ് ആക്ടിങ് ഫീൽഡിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ബേസ് വോയിസ് വേണമെന്ന് നിർബന്ധമാണോ? ഞാനിതിൻ്റെ വളരെ ഫാക്ച്വലായ ഒരു കാര്യം പറയാം. നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പൊതുവേ പ്രിഫർ ചെയ്യപ്പെടുന്ന വോയിസ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം ഡെപ്തുള്ള വോയിസാണ് ചൂസ് ചെയ്യപ്പെടുക. കാരണം ഈ ഡെപ്തുള്ള വോയിസുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു അതോറിറ്റി ഫീൽ ചെയ്യും, ഒരു കമാൻഡിങ് ഫീൽ വരും. അപ്പോൾ കൂടുതലും അഡ്വർടൈസ്മെൻറ്റുകളിലൂടെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് പൊതുവേ ക്ലയൻസ് പ്രിഫർ ചെയ്യുക ഈ പറയുന്ന ഒരല്പം ഡെപ്തുള്ള വോയിസാണ്. പക്ഷേ അല്ലാത്ത ആളുകളും ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ക്ലാരിറ്റി ഉണ്ടായിരിക്കുക, നന്നായിട്ട് മോഡുലേറ്റ് ചെയ്യാൻ പറ്റുക, ഉച്ചാരണം കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും വോയിസ് ആർട്ടിസ്റ്റൊക്കെ ആവാം. അതിലൊന്നും യാതൊരു തരത്തിലുള്ള ലിമിറ്റേഷനും ഇല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും കുറേ കൂടെ പ്രിഫർ ചെയ്യപ്പെടുന്നത് ഒരല്പം കൂടെ ബേസ്ഡ് ഓണുള്ള വോയിസ് ആണ് എന്നുള്ളത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. സാർ നമുക്കിപ്പോൾ ശബ്ദത്തിന് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടും. നിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്, ഭയങ്കര സ്വീറ്റ് വോയിസ് ആണ്. പക്ഷേ എന്നെ പോലെ ഒരു സ്വീറ്റ് കാം വോയിസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റും. നമുക്ക് ബേസ് വോയിസിലേക്കൊരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണോ? യഥാർത്ഥത്തിൽ നമ്മുടെ വോയിസിൻ്റെ റെസണൻസ് ആണ് അതിൻ്റെ ഗാംഭീര്യവും ക്വാളിറ്റിയും തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളിൽ ബഹുഭൂരിഭാഗം ആൾക്കാരും ആക്ച്വൽ വോയിസ് അറ്റൈൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ വോയിസ് പലപ്പോഴും ഒരു ഹാബിച്വലായിട്ട് പതിയെ സംസാരിച്ച് ശീലിക്കുന്ന ആളുകളുണ്ടാവും. കുട്ടിക്കാലത്ത് ചിലപ്പോൾ ആരെങ്കിലും കളിയാക്കിയതിൻ്റെ ട്രോമ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും. വീട്ടിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നാട്ടുകാരോ പറഞ്ഞിട്ടുണ്ടാവും ശബ്ദം കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്രാജുവലി അത് ശീലിച്ച് നമ്മുടെ ബ്രെയിനോട് നമ്മൾ പറയും അധികം ശബ്ദം എടുക്കേണ്ട, വാ തുറന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് നമ്മൾ പതിയെ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മസിൽ മെമ്മറി അങ്ങനെയായിട്ട് മാറും. പക്ഷേ നമ്മൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ വോയിസിൻ്റെ ക്വാളിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരില്ലേ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ചോദിക്കുക എത്ര പുഷപ്പ് എടുക്കാൻ പറ്റും, എനിക്കൊരു 5 എണ്ണമൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും, മാക്സിമം പോയൊരു 5, 6, 7 പക്ഷേ നമ്മളൊരു ട്രെയിനർ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പുഷപ്പ് എടുപ്പിക്കും. 5ാമത്തെ കഴിഞ്ഞ് ആ ഒരു 2 എണ്ണം കൂടെ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കഷ്ടപ്പെട്ട് 2 കൂടെ എടുക്കും, ചിലപ്പോൾ 1 എണ്ണം കൂടെ എക്സ്ട്രാ എടുക്കും. അപ്പോൾ ഒരു 5 എണ്ണം പറഞ്ഞ ഒരാൾക്ക് ഒരു 9, 10 പുഷപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് പറ്റും. അപ്പോൾ വോയിസിലും ഇത് പോസിബിൾ ആണ്. തീർച്ചയായിട്ടും. അതാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ പൊട്ടൻഷ്യൽ ഇത്രയേ ഉള്ളൂ എന്നാണ്. ഇതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം നമ്മൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾക്ക് അല്ലെങ്കിൽ അത്തരം ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ ആൾ വരുന്ന സമയത്ത് അദ്ദേഹം ഗുഡ് മോർണിംഗ് എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയും ഗുഡ് മോർണിംഗ് എന്ന് പറയും. അപ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ ഗുഡ് മോർണിംഗ്, ആൾ ഒന്നുകൂടെ വോയിസ് റേസ് ചെയ്തിട്ട് പറയും ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് എന്ന് പറയും നല്ല എനർജിയിൽ. ഇതാദ്യം അവർക്ക് പറയാൻ പറ്റുമായിരുന്നോ? പറ്റുമായിരുന്നു. പക്ഷേ മാനസികമായിട്ട് വിചാരിക്കുക അയ്യോ അത് വേണ്ട, ഞാൻ ഇത്ര മതി, ഈ രീതിയിൽ. അപ്പം ഇത് തന്നെ ശീലിക്കുന്ന ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി ആ രീതിയിലേക്ക് മാറും. അപ്പം നമ്മൾ പ്രോപ്പറായി നമ്മുടെ ബോഡി ഫിറ്റാക്കാനായിട്ട് ട്രെയിൻ ചെയ്യുന്ന പോലെ തന്നെ ശബ്ദത്തിനും പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള ഈ ഹാബിച്വൽ വോയിസ് മാറിയിട്ട് മറ്റൊരു ലെവലിലേക്ക് നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റും. പക്ഷെ പല ആളുകളുടെയും ഒരു ചോദ്യം ഉണ്ടാവുന്ന മെസ്സേജ് അയക്കാറുള്ളത് നല്ല കട്ടി വേണം വോയിസ്, കേട്ട് കഴിഞ്ഞാൽ അത്രയും ബേസ് തോന്നണം. അത് പൂർണ്ണാർത്ഥത്തിൽ അങ്ങനെ മാറ്റാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ വോയിസിൻ്റെ ഡെപ്ത് കൂട്ടാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പോൾ വളരെ നാരോ വോയിസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹൈ പിച്ച് വോയിസ് വരുന്ന ഒരാൾക്ക് നല്ല ലോ പിച്ച് വോയിസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി നമുക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റില്ല. പക്ഷേ അയാളുടെ ആ വോയിസിൽ തന്നെ നല്ല ക്വാളിറ്റിയിലേക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും അതിൻ്റെ ഏറ്റവും ബെസ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് പ്രാക്ടീസിലൂടെ പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഞാൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. എന്നിലൂടെ ഞാൻ പറഞ്ഞ് അത് പ്രാക്ടീസ് ചെയ്ത ഒരുപാട് ആളുകൾക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു എന്നുള്ളത് അവരെനിക്ക് പറഞ്ഞ അനുഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് പോസിബിളാണ്. സാർ ഇപ്പോൾ നമ്മൾ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും അഡ്വർടൈസ്മെൻ്റ് ആയിക്കോട്ടെ ഓഡിയോ ബുക്സ് ആയിക്കോട്ടെ എപ്പോഴും ഉച്ചാരണ ശുദ്ധി, നമ്മൾ പ്രൊനൗൺസിയേഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കണമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മലയാളത്തിലുള്ള അക്ഷരങ്ങൾ, മലയാളത്തിൽ മാത്രം മലയാളത്തിലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഇപ്പോൾ പറയാം. എൻ്റെ സംസാരത്തിൽ ഞാനൊരു കണ്ണൂരുകാരിയാണ്. എപ്പോഴും ആ ഒരു പലപ്പോഴും നമ്മൾ വിചാരിച്ചാലും കണ്ണൂർ സ്ലാങ് കയറി വരും.
എത്രത്തോളം നമ്മൾ പ്രൊഫഷണലായിട്ട് സംസാരിക്കണം എന്ന് വെച്ചാലും നമ്മൾ ആ ജന്മനാ സാറ് പറഞ്ഞല്ലോ ശീലം, ആ ശീലം കാരണം എൻ്റെ അക്ഷരങ്ങൾ ചിലപ്പോൾ കറക്റ്റ് ആവാറില്ല. ഞാനിപ്പോൾ അത് പറയാം. ഒരു പോഡ്കാസ്റ്റ് ഹോസ്റ്റ് എന്ന രീതിയിൽ ഇവിടെ ഇരിക്കാനല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്, സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ്. അപ്പോൾ എൻ്റെ സൈഡിൽ എവിടെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും സാറിന് കറക്റ്റ് ചെയ്യാം. അത് നമ്മുടെ ഓഡിയൻസിനെ കൂടെ ഹെൽപ്പ് ചെയ്യും. മലയാളത്തിൽ നമ്മൾ കോട്ടയം ഭാഗത്തൊക്കെ ഫ എന്ന് പറയുന്നതും ഫാരിയ എന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ കുറേ ഉണ്ട്. ഇത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയുമ്പോഴേ ആളുകൾ തെറ്റിദ്ധരിക്കും. ഓരോ ഭാഷയ്ക്ക് അതിൻ്റേതായ ഭംഗിയുണ്ട് കേട്ടോ. അതായത് 6 മലയാളിക്ക് 100 മലയാളം എന്നാണ് പൊതുവേ പറയും നമ്മൾ. കണ്ണൂർ വേറൊന്ന്, കോട്ടയത്ത് വേറൊന്ന്, തൃശ്ശൂർ വേറൊന്ന്, കാസർഗോഡ് വേറൊന്ന്, കോഴിക്കോട് വേറൊന്ന്, തൊട്ടപ്പുറത്ത് മലപ്പുറത്ത് വേറെ ഒന്ന്, പാലക്കാട് വേറെ ഒന്ന്, ആലപ്പുഴ വേറെ ഒന്ന്, അങ്ങ് തിരുവനന്തപുരത്ത് മറ്റൊന്ന്. ഇങ്ങനെ പല രീതിയിലായിരിക്കും. പക്ഷേ അതിനൊക്കെ അതിൻ്റേതായൊരു കൾച്ചറലായൊരു എലമെൻ്റ് ഉണ്ട് ആ ഭാഷയ്ക്ക് അതിൻ്റേതായ ഭംഗിയുണ്ട്. കാരണം ആ വൈവിധ്യം വരുമ്പോൾ അതിനൊരു രസമുണ്ട്. പക്ഷേ നമ്മൾ പ്രൊഫഷണൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലാതൊരു കാര്യം കമ്മ്യൂണിക്കേറ്റൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ആളുകൾക്കും ഒരുപോലെ മനസ്സിലാവുന്ന ഭാഷ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അവിടെയാണ് നമ്മൾ ഈ ഉച്ചാരണത്തിൻ്റെ ശുദ്ധിയൊക്കെ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ വർക്കൊക്കെ ചെയ്യുമ്പോൾ അത് കുറേ കൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മളൊരു വാർത്ത വായിക്കുന്ന സമയത്ത് ഒരു തൃശ്ശൂർ സ്ലാങ്ങിൽ വാർത്ത വായിക്കുന്നു എന്ന് സങ്കല്പിച്ച് നോക്കൂ. അല്ലെങ്കിൽ കോഴിക്കോട് ഒരു ഭാഷയിൽ, കോഴിക്കോട് തന്നെ പലയിടങ്ങളിൽ പല രീതിയായിട്ടോ. അപ്പോൾ എൻ്റെ ജന്മസ്ഥലം കോഴിക്കോടാണെങ്കിലും ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. പക്ഷേ കോഴിക്കോട് ഇപ്പോൾ കൊയിലാണ്ടി ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ, വേസ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ എന്താ നോർമലി പറയുക, കളഞ്ഞേക്കെന്ന് പറയും അല്ലേ? അത് കളഞ്ഞേക്കുന്നു. കൊയിലാണ്ടി ഭാഗത്ത് പറയാം അതങ്ങ് ചാടിക്കളാന്ന് പറയും. പെട്ടെന്ന് നമ്മൾ ചാടിക്കളേ എന്ന് ചിന്തിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ എന്ന് യൂസ് ചെയ്യുന്നതും പലയിടങ്ങളിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ അതൊക്കെ അതിൻ്റേതായ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമ്മളെപ്പോഴും ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു സ്റ്റൈല് ഭാഷയിൽ അത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതായിരിക്കും. അതാണ് ഞാൻ പൊതുവേ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ചെയ്യുന്ന കുറേ ആളുകൾക്കിടയിൽ കുറേ ആളുകൾക്കല്ല, ചില ആളുകൾക്കൊക്കെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ടാവും ഉച്ചാരണ ശുദ്ധിയുടെ കാര്യമൊക്കെ. അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും ഉച്ചാരണ ശുദ്ധിയോട് കൂടിയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡ്രമാറ്റിക്കായിട്ട് തോന്നും. നമ്മുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ട് കേട്ടോ. അത് പണ്ട് ഒരിക്കലും എൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവനോട് ചോദിച്ചു, നീ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് അവനെന്താ മറുപടി പറയണ്ടേ? അവൻ എവിടുന്നാണ് വരുന്നതെന്നുള്ള ഉത്തരം പറയണം. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് നോക്കിയിട്ട് നീയോ എന്ന്. കോഴിക്കോട് നമ്മൾ പൊതുവേ പറയുന്നൊരു രീതി, ഈ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിക്കും, ഈ എവിടുന്നാണ് വരുന്നതെന്ന്. അപ്പോൾ അത് ചോദിക്കുന്നതിന് പകരം ഞാൻ നീ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അവന് ഇഷ്ടമായില്ല. അവൻ അങ്ങനെയുള്ള കുറേ കളിയാക്കലുണ്ടായിട്ടുണ്ട്. അതെ, അവന് അപ്പോൾ ഇപ്പം ഞാൻ നമ്മുടെ കൂട്ടുകാരെങ്കിലും വരികയാണെങ്കിൽ നിനക്ക് സുഖം തന്നെയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് സുഖം തന്നെയാണേ, നിനക്ക് സുഖമായിരിക്കുന്നതെന്ന് ചോദിക്കുന്നിടത്ത് നമ്മളിത് ചോദിക്കുമ്പോൾ കുറച്ചൊരു ഒരു ഓക്വേർഡായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യാം. പക്ഷെ അല്ലാതെ നമ്മളൊരു ഒഫീഷ്യൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒഫീഷ്യൽ വേദിയിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഷയുടെ ആ ശുദ്ധി വരുമ്പോഴും നമ്മുടെ ആ മോഡുലേഷൻ ഒക്കെ വരുന്ന സമയത്ത് കൃത്യമായി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. അത് എൻ്റെ ലൈഫിലെ ഈ ഒരു കാലയളവിൻ്റെ ഇടയിൽ ഒരുപാട് ഇടങ്ങൾക്ക് എനിക്ക് ആ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ഈ കേൾക്കുന്ന ഏതൊരാൾക്കും നിങ്ങളത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഗുണമുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞു പോയ ഭാഷ മാറ്റണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറേ കൂടെ നല്ലതായിരിക്കും. ഇനി നിങ്ങൾ പറഞ്ഞതിനെ പറ്റി ചോദിക്കാം. ഞാൻ സ്വരാക്ഷരങ്ങളിലേക്ക് പോകുന്നില്ല, അത് എല്ലാവർക്കും കറക്റ്റായിട്ട് വരുന്നതാണ്. വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരാം. ഞാൻ പ്രൊനൗൺസ് ചെയ്യാം, ചിലപ്പോൾ തെറ്റുകൾ പറ്റും, ഉറപ്പായിട്ട് തെറ്റുകൾ പറ്റും. സാർ കറക്റ്റ് ചെയ്യണം. ഞാൻ പറയാം: കാ ഖ ഗ ഘ ങ, ച ഛ ജ ഝ ഞ, ട ഠ ഡ ഠ ണ, ത ഥ ദ ധ ന, പ ഫ ബ ഭ മ. കാര്യമായിട്ടത് കൃത്യമായി പഠിച്ചിട്ട് ഇനി തെറ്റ് വരരുത് എന്നുള്ളതുകൊണ്ട് വന്നതാണ്. യ ര ല വ ശ ഷ സ ഹ ള ഴ റ. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് കറക്റ്റാണ്. ഇതിൽ ഞാൻ ഒറ്റ തവണ കേട്ടതുകൊണ്ട്. പക്ഷേ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് താ ഥ, രണ്ടാമത്തെ ഥായും ദാ ഥ, ആ ഥായും തമ്മിലുള്ള ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലാവാറില്ല. ഇതിൽ പിന്നെ നമ്മൾ ഈ അക്ഷരം പറയണമെന്ന് തീരുമാനിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് പ്രത്യേക ഫോക്കസ് കൊടുത്ത് പറയും. പക്ഷേ ഇത് ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഓഡിയോ ബുക്സ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് സ്ഥിരമായി യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മളോടൊന്ന് മറന്നു പോകും. നമ്മളിപ്പോൾ ത കഴിഞ്ഞിട്ട് ത ഥ ദ ധ എന്നൊക്കെ പറയാൻ നമ്മൾ ഓർക്കും. അതങ്ങനെ പറയണമല്ലോ, കാരണം അടുത്ത അക്ഷരം അതാണ് എന്നുള്ളതുകൊണ്ട്. പക്ഷെ നമ്മളിത് വായിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമൊക്കെ പ്രധാന വാർത്തകൾ എന്നൊക്കെ പറഞ്ഞ് വായിക്കും. പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ലൈനൊക്കെ എത്തുന്ന സമയത്ത് പിന്നെ പ്രധാന വാർത്തകളായി മാറും, ഭാഗ്യമായിട്ട് മാറും. ആ ഭാ നമ്മളോട് വിട്ടുപോകും.
പക്ഷേ ഞാൻ പറയണത് 100% നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് പരമാവധി നമ്മൾ ഉച്ചാരണ ശുദ്ധിയോട് കൂടിയിട്ട് സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അത് ഇത് ഉപയോഗിക്കുന്നതിലൂടെയാണ് നമ്മൾ ആ ഭാഷ സ്വായത്തമാവുന്നത്, നമ്മുടേതായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു ആർട്ടിഫിഷ്യലായിട്ട് പറയുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ രസകരമായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ മാമ്പഴം എന്ന് പറഞ്ഞൊരു കവിത പഠിച്ചിട്ടുണ്ട്. മാമ്പഴം അല്ലായിരുന്നു, അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂട് കണ്ണീർ, അങ്ങനെ തന്നെയല്ലേ പഠിച്ചേ? അതേ താളമായിരുന്നില്ലേ? ആണല്ലോ. ആ കവിതയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ അധ്യാപകർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതൊരു ഉണ്ണിയും അമ്മയുടെയും, അതിൽ ആ ഉണ്ണി മരണപ്പെട്ടു പോകുന്നതും, അതായത് മാങ്കുല പിടിച്ച് പറിച്ച സമയത്ത് അമ്മയെ അടിക്കുകയും കരഞ്ഞ് കുട്ടിക്ക് പനി വരികയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു കഥയാണെന്ന് എൻ്റെ ഓർമ്മയിലുള്ളത്. ഈ കവിതയാണ് ഇതിൽ പറയുന്നത്. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക എന്ന് പാടുന്നിടത്ത് നിന്ന് മധുസൂദനൻ നായർ വളരെ മനോഹരമായിട്ട് അതിൻ്റെ വരികളുടെ ആത്മാവ് അറിഞ്ഞിട്ടത് ചൊല്ലുന്നുണ്ട്. അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുക. ഞാൻ പാടും, എനിക്ക് അത്ര ഇതായിട്ട് വരില്ല. പക്ഷേ അതിൽ മാമ്പഴം പെറുക്കാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിൻ്റെ ഒരു വിഷമമൊക്കെ പറയുന്നുണ്ട്. അത് ആ വരികൾ നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെയാണ് നമ്മൾ പണ്ട് അക്ഷരമാല പഠിപ്പിച്ച സമയത്ത് കാക്ക ഗംഗങ്ങ ചച്ച ജഞ്ചഞ്ഞ ടാറ്റ ഡണ്ടണ്ണ ഇങ്ങനെ പഠിക്കും ചില ആൾക്കാർ. അല്ലെങ്കിൽ കൈക്ക ഗായ്ക്കങ്ങ ചായ്ച്ച ജായ്ച്ചഞ്ഞ പായ്പ ബായ്പമ ഇങ്ങനെയായിരിക്കും നമ്മൾ പലരും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഓരോ അക്ഷരത്തിനും കൃത്യമായ ശബ്ദമുണ്ട്. ആ ശബ്ദം നമ്മൾ ഈ പറയുന്ന കാലത്തോ അല്ലെങ്കിൽ അധ്യാപകർ പൊതുവേ ഇമ്പോർട്ടൻസ് കൊടുക്കാറ് ചില അധ്യാപകർ കൊടുക്കും. അങ്ങനെ വന്ന ചില ആളുകൾ പ്രത്യേകം എടുത്തു പറയും. ഇപ്പോൾ അലിയാർ സാറിനെ പോലെയുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തൊക്കെ പഠിപ്പിച്ച അധ്യാപകർ അത്രയും പ്രഗത്ഭരായ അധ്യാപകരും ഈ ഭാഷയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ട് അദ്ദേഹത്തിനും ആ ഒരു ഗുണം ഉണ്ടായതായിട്ട് എപ്പോഴോ ഒന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ അക്ഷരമാലയിൽ ഈ പറയുന്ന വ്യഞ്ജനാക്ഷരങ്ങളാണ് പൊതുവേ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഞാനിത് പറയുമ്പോൾ എനിക്കും ഒരുപാട് മിസ്റ്റേക്സ് വരാം, 100% പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഉച്ചാരണത്തിൻ്റെ അത് മനസ്സിലാക്കിയാൽ, ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ റിത്തം ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ കായും ഖായും പറയുന്നിടത്ത് ആ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് ആ റിത്തം നമുക്ക് കിട്ടുക. ആ റിത്തം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ അത് ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്കത് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ അധികം ശ്രദ്ധിക്കാത്തത്. പക്ഷേ ഞാൻ പറയണത്, എന്തെങ്കിലും പ്രൊഫഷണൽ വർക്ക് ചെയ്യുകയോ ഓഡിയോ ബുക്സ് റെക്കോർഡിങ്ങോ പോഡ്കാസ്റ്റോ അങ്ങനെ വാട്ടെവർ അതിലൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു ഒഫീഷ്യൽ കാര്യം ചെയ്യുകയാണെങ്കിൽ, പ്രൊഫഷണൽ സ്വഭാവത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ആ രീതി ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൽ ഏറ്റവും പല ആളുകൾക്കും തെറ്റ് വരുന്ന 2 അക്ഷരം പറയാം, അതിനുശേഷം ഞാൻ മൊത്തത്തിൽ അതിൻ്റെ ഒരു കാര്യം പറയാം. പൊതുവേ ഒന്ന് ന എന്ന് പറയുന്നത് അക്ഷരമാലയിൽ ആ അക്ഷരം നായാണ്. പക്ഷേ അത് പദത്തിൻ്റെ ആദ്യത്തിൽ വരുമ്പോഴാണ് നമ്മൾ ന എന്ന് പറയുന്നത്. പക്ഷേ ആ ന എന്ന് പറയുന്നതിനെയും ന ആയിട്ട് ഉച്ചരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ നക്ഷത്രം എന്ന് പറയും അല്ലേ, നക്ഷത്രം എന്നാണ് പറയുക. പക്ഷേ ചില ആളുകൾ നക്ഷത്രം എന്ന് പറയും. നക്ഷത്രമല്ല ശരിക്കും, അത് നക്ഷത്രമാണ്. നന്ദിയാണ്, നമസ്കാരമാണ്. നമസ്കാരമല്ല, നമസ്കാരം എന്ന് പൊതുവെ പറയല്ല, പക്ഷേ നക്ഷത്രം ചില ആളുകൾ പറയാറുണ്ട്. പക്ഷെ അത് പദത്തിൻ്റെ രണ്ടാമത് വരികയാണെങ്കിലോ ന പറയാം. ഇപ്പം ആനനം, കാനനം, മന എന്നൊക്കെ പറയും. പിന്നെ ചില വാക്കുകൾക്ക് ചില എക്സെപ്ഷൻസ് ഉണ്ടെങ്കിലും പൊതുവേ ഇതിനെ ന എന്നല്ല പറയുക, ന എന്നാണ് പറയുക. പക്ഷേ അത് സാർ, അപ്പോൾ എൻ്റെ പേരെങ്ങനെ ഞാൻ പ്രൊനൗൺസ് ചെയ്യും? എൻ്റെ പേരുകളുടെ ആ കാര്യത്തിലൊരു കാര്യമുണ്ട്. ചില ആളുകളുടെ പേര് ഇപ്പം നമ്മൾ ഈ ഇംഗ്ലീഷിൽ വരുന്ന ചില വാക്കുകളെ മലയാളീകരിക്കുന്ന പോലെ തന്നെ ചില വാക്കുകൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഭാഷയിൽ നിന്നാണ് വന്നതെങ്കിൽ അതിന് ചിലപ്പോൾ നീപ്പം എന്നായിരിക്കാം പേര്, അല്ലേ? നീപ്പം എന്നല്ല പേര്. അപ്പം നീപ്പം എന്ന് പറയണമെന്നില്ല. പക്ഷേ ഞാൻ പറയണത് ചില വാക്കുകൾക്ക് ചില എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ മെജോറിറ്റി കേസിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പം നമ്മൾ നവംബർ എന്ന് പറയുന്നിടത്ത് നവംബർ എന്ന് പറയേണ്ട കാര്യമില്ല, നമ്പർ എന്ന് പറയേണ്ടടുത്ത് നമ്പർ എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അത് ഇംഗ്ലീഷിൽ വന്ന്. ഇത് രസകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഈ പാ കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഏതാ? പാ കഴിഞ്ഞിട്ട് പൊതുവേ നമ്മൾ മലയാളികൾ ഉച്ചരിക്കുന്ന അക്ഷരം ഫായാണ്. ഫലിതം, ഫലസിദ്ധി, ഫലപ്രഖ്യാപനം, ഫലഭൂഷ്ടം എങ്ങനെയാണ് പറയാറുള്ളത്. ശരിക്കും അത് ഫ എന്ന് പറയുന്ന അക്ഷരമാലയിൽ ഇല്ല. അത് ഇതേപോലെ ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഫാദർ എന്ന് പറയുന്നു, ഫ്രൂട്ട്സ് എന്ന് പറയുന്നു, അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആ അക്ഷരത്തെ ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ്. പക്ഷേ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്തിപ്പോൾ എല്ലാവർക്കും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഫാ യൂസ് ചെയ്തതുകൊണ്ട് പ്രോബ്ലം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ഒന്നുമില്ല. കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഉച്ചാരണം വ്യത്യസ്തമാണ്. ശാസ്ത്രപ്രകാരം അങ്ങനെ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ചില അധ്യാപകരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് അത് യൂസ് ചെയ്ത് കോമൺ ആയതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിൽ പ്രോബ്ലം ഇല്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ അത് പ് ഹ ഫ ഫ എന്നാണ് പറയേണ്ടത്. അപ്പോൾ സഫലം, സാഫല്യം,
ഫലഭൂയിഷ്ടം എന്നൊക്കെ പറയുന്ന പോലെ ഫലഭൂയിഷ്ടം എന്ന ആ രീതിയിലേക്ക് പറയുമ്പോൾ അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് പറയാം. അപ്പോൾ അവിടെ ഞാൻ സോഫ ഒരു തൊട്ടടുത്ത ദിവസം ഒരു വോയിസ് ഓവറിന് വേണ്ടിയിട്ട് ഒരു സാമ്പിൾ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അവരോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടി ഇതിൽ ശോഭ എന്ന് വായിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ശോഭ എന്ന് വായിച്ച് ഫ എന്നും അക്ഷരം ഇല്ലല്ലോ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞതിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഇംഗ്ലീഷിലെ വാക്കാണ് സോഫ എന്ന് പറയുന്നത്. അപ്പോൾ അത് മലയാളത്തിലേക്ക് പറയുമ്പോൾ നമ്മൾ ആ അക്ഷരത്തിനെ മാറ്റിയിട്ട് സോഫ എന്ന് പറയേണ്ട കാര്യമില്ല, സോഫ എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ചില പേരുകൾക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാം. അതല്ലാതെ പൊതുവെ അതാണ് വരുന്നത്. ഇപ്പം രണ്ടാമത് പറഞ്ഞ് ഈ ഫായുടെ കാര്യത്തിലും അത് ഫലപ്രഖ്യാപനം സഫലം എന്നൊക്കെയാണ് പറയുന്നത്, സഫലമല്ല. ഇനിയിപ്പോൾ സഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ യൂസ് ചെയ്തിട്ട് വരുന്ന കാര്യത്തിൽ പിന്നെ ബാക്കി അക്ഷരങ്ങളിലൊക്കെ തന്നെ പറയുന്നത് ഖരം, അതിഖരം, മൃദു, ഘോഷം, അനുനാസികം, ഇങ്ങനെയാണ് അതിൻ്റെ കാറ്റഗറി വരുന്നത്. ഇതൊക്കെ പറയുമ്പോൾ പണ്ട് മലയാള ക്ലാസ് മറ്റേ ഇതിനിരിക്കുകയാണ്, ഉച്ചാരണ ക്ലാസ് ഇരിക്കുകയാണെന്നൊക്കെ തോന്നണ്ട, പക്ഷേ രസമാണ് ഇത് പഠിക്കാനായിട്ട്. ക കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികരം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ക ഹ ഖ ക ഖ ഗ, ഗായാണ് ഗംഗയുടെ, ഗ കഴിഞ്ഞാൽ ഘായാണ്. ഖായും ക ഖ ഗ ഘ ങ, മേഘം. പറയുമ്പം അപ്പോൾ അവിടെ ചില ആളുകൾക്ക് സംഭവിക്കുന്നത് രണ്ടാമത്തെ അക്ഷരം നാലാമത്തെ അക്ഷരം ഒരേ ഉച്ചാരണത്തിൽ ഉച്ചരിക്കും. ക ഖ ഗ ഘ ങ എന്ന് പറയും. ക ഖ ഗ ഘ ങ. അപ്പം നഖമാണ്, ഘടികാരമാണ്. നഖം, ഘടികാരം. അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുമ്പോൾ ച ഛ ച ഛ ജ ഝ ഞ, ഝാൻസി റാണിയാണ്. അതുപോലെ പിന്നെ ട ഠ ട, പഠിക്കുക ട ഠ ഡ ഢ ന. ചില ആളുകൾ ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ പീഡനം എന്നൊക്കെ നമ്മൾ പറയുന്നതിന് പീഡനമാണ് ശരിക്കത്. കുറച്ച് കട്ടി കൂട്ടി വെയിറ്റ് ഇരുന്നോട്ടെ നേരിച്ചിട്ട് പീഡനം എന്ന് പറയും. ആ ഉച്ചാരണത്തിൽ അത് അവസാനത്തെ ഡായ വരുന്നത് ഢ. പക്ഷേ യഥാർത്ഥത്തിൽ പീഡനം എന്ന് പറയുന്നത് മൂന്നാമത്തെ ആ ഡ എന്ന് പറയുന്ന അടുത്ത് വരുന്നത് ന. അതിന് ശേഷം പിന്നീട് വരുന്നത് ത കഴിഞ്ഞിട്ട് ത ഥ ദ ധ, ത ഥ ധ ധയാണ് വരുന്നത്. പ്രധാന വാർത്തകൾ, കഥാപ്രസംഗം. കഥയാണ്, കഥായല്ല, കഥ കഥ കഥ. അവിടെ താ എന്നുള്ളൊരു സൗണ്ട് കൂടെ വരും. യെസ്, ത ഥ ത ഥ ദ ധ ന. പ ഫ പ ഫ ബ ഭ മ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഉച്ചരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഈ പറയുന്ന വോക്കൽ ട്രാക്കിൽ കൃത്യമായ ഉച്ചാരണ സ്ഥാനങ്ങളുണ്ട്. അതായത് പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ എന്ന് പറയും. അതിപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ഠ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ട്യം എന്നൊക്കെ പറയും. പിന്നെ അതിൽ വരൽസ് എന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ ചെറിയ ചെറിയ എലമെൻറ്റുകൾ വേറെയും ഏരിയകളുണ്ട്. പക്ഷെ നോർമലി പറയുമ്പോൾ ഇങ്ങനെയാണ് പറയാം. അപ്പോൾ നമ്മൾ ഓരോ അക്ഷരത്തിൻ്റെ ഈ കൃത്യമായ ഉച്ചാരണ സ്ഥാനം മനസ്സിലാക്കിയാൽ വൃത്തിയായിട്ട് നമുക്കത് പറയാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ മലബാർ ഏരിയയിലേക്കൊക്കെ വരികയാണെങ്കിൽ യായും ഴായും ഒക്കെ ഒന്നാ. ഇപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞാലോ കോഴിക്കോട് എന്ന് പറയും. അതൊരു പ്രശ്നമൊന്നും അല്ല, നമുക്ക് അതിൻ്റെ ഒരു രസമുണ്ട്. പക്ഷേ അത് എല്ലാ സ്ഥലത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുമ്പോൾ ആൾക്കാർ അങ്ങനെ അങ്ങ് കാണും, അതിനെ ആ ഒരു പ്രൊഫഷണലിസം ഇല്ലാതെ കാണും. കോഴിക്കോട് ഴ എന്ന് പറയുമ്പോഴും കണ്ട, ഞാൻ പറഞ്ഞപ്പോൾ ഈ യ എന്ന് വന്നു. ഴ എന്ന് പറയുമ്പോഴും യാ എന്ന് പറയുമ്പോഴും രണ്ടിലും വ്യത്യാസമുണ്ട്. കാരണം ഇതിൻ്റെ ഈ നേരത്തെ പറഞ്ഞ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷനിൽ വേരിയേഷൻ വരും. ഴ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് ചെറുതായിട്ടൊന്ന് വളഞ്ഞ് മുകളിൽ നമ്മുടെ ഈ മൂർധന്യം എന്ന് പറയുന്ന ഏരിയയിൽ ഴ അതിങ്ങനെ ഴ എന്ന് പറഞ്ഞിട്ട്, യാ പറയുമ്പോൾ നമ്മുടെ തൊട്ട് പുറകിലുള്ള ആ താലവി എന്ന് പറയുന്ന ഏരിയയിലാണ് നാവിൻ്റെ പുറകുവശം മുകളിലേക്ക് അപ്പ് ചെയ്തിട്ട് യ യ. ഴ എന്ന് പറയുമ്പോൾ വളയും, മറ്റത് യ യ. യാ പറയുമ്പോൾ നാവ് മുകളിലേക്ക് പോവില്ല, ഴ പറയുമ്പോൾ മുകളിലേക്ക്. യെസ്, ആ ഒരു വളഞ്ഞിട്ടാണ് നമ്മളത് പറഞ്ഞത്. അതുപോലെ രായും റായും പറയുമ്പോൾ ചില ആളുകൾക്ക് അതും ചെറിയ വ്യത്യാസം വരാറുണ്ട്. രാ പറയുമ്പോൾ ഈ ആൽവിയോളർ റിഡ്ജ് എന്ന് പറയും, നമ്മുടെ ഇതിൻ്റെ പല്ലിൻ്റെ തൊട്ട് പുറകിലായിട്ടുള്ള ആ ഏരിയയിൽ തൊട്ട് പുറകിൽ 2-3 തവണ ടാപ്പ് ചെയ്തിട്ടാണ് രാ പറയുന്നത്. റാ പറയുന്നത് അവിടെ തൊട്ട് മുന്നിലേക്ക് വരുമ്പോഴാണ് ര ര ര ര. ഇതിങ്ങനെ ടാപ്പ് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്യും. ര റ ര റ ര റ. അതിങ്ങനെ പറയുമ്പോൾ മുന്നിലും പുറകിലായിട്ട് വരും. ഇത് നായും നായും പറയുമ്പോഴും വരും ന ന ന ന ന ന നന 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 എന്ന് പറയുമ്പോൾ മുന്നിലും പിന്നിലും. നമ്മൾ ഈ നാവിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് പഠിച്ചാൽ ശരിക്കും നമുക്ക് മനസ്സിലാവും ഇത്. ആ മൂവ്മെൻറ്റ് ഇന്ന സ്ഥലത്ത് ടച്ച് ചെയ്യുമ്പോഴാണ് ഇത് വരിക. അതുപോലെയാണ് ചില ആളുകൾ സാ യൂസ് ചെയ്യുമ്പോൾ. സാ ശരിക്കും ദന്ത്യം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. സാ പല്ലിൻ്റെ തൊട്ട് പുറകിലായിട്ട് നാവിൻ്റെ ടിപ്പ് ടച്ച് ചെയ്തിട്ടാണ് സാ. ഒന്ന് പറഞ്ഞു നോക്കി, സാ. ചില ആളുകൾ അതിന് പകരമായിട്ട്
പല്ലിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് ചുണ്ടിലേക്ക് ജസ്റ്റ് കൊണ്ടുവന്നിട്ട് നാവ് കൊണ്ടെന്ന് പറയും. സ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സ സ സ ഇവിടേക്ക് കൊണ്ടുവരും. അതിന് പകരം സ എന്ന് പറഞ്ഞാൽ മതി. സ സ എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മുടെ പല്ലിൻ്റെ തൊട്ട് പുറകിലായിട്ട് ടച്ച് ചെയ്തിട്ടാണ് ആ സ എന്ന് പറയുന്ന അക്ഷരം വരുന്നത്. ഇതേപോലെ കറക്റ്റായിട്ട് ഷായും തമ്മിൽ ഇതേപോലെ പ്രശ്നം വരും. ഷ പറയുമ്പോൾ നമ്മൾ ഷ മനുഷ്യനല്ല മനുഷ്യൻ ഷ. അത് ഷ പറയുമ്പോൾ ഇതേപോലെ നാവ് വളഞ്ഞിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് ഷ എന്ന് പറയുന്നത്. നമ്മുടെ ആൽവിയോളർ റിഡ്ജിൻ്റെ അടുത്തായിട്ട് തന്നെ ജസ്റ്റ് ഇതേപോലെ ടച്ച് ചെയ്തിട്ടാണ് അവിടെ എയർ ബ്ലോക്ക് ചെയ്തിട്ട് പറയുന്നത്. ഷ പറയുമ്പോൾ ആ ബ്ലോക്ക് വരുന്നില്ല. ഷ അത് തൊട്ട് പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ് പാലറ്റ്സിൻ്റെ ആ ഏരിയയിലാണ്. ഷ ഷ ഷ ഷ ഷ ഷ വിശേഷം അത് പറയുമ്പോൾ ആ വേരിയേഷൻ മനസ്സിലാവില്ല നമ്മൾ. ഇതിപ്പോൾ നമ്മൾ നോർമലി പറയുമ്പോൾ വിശേഷം എല്ലാം ഒറ്റ ഷായിലായിരിക്കും പറയാം. പക്ഷേ ഇത് മനസ്സിലാക്കി നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് ഗുണം ചെയ്യും നമുക്ക്. അല്ലാത്ത സമയത്ത് നമ്മൾ പറയുകയാണെങ്കിൽ നല്ലത്, പറഞ്ഞില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. കാരണം ഭാഷയുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. ഭാഷാ വിദഗ്ധരായിട്ടുള്ള കുറേ ആളുകൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയനൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയണത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഈസിലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, സിംപ്ലസ്റ്റ് ഫോമിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ അത് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മലയാളികളാണെങ്കിൽ ഇപ്പോൾ കാസർഗോട്ടുകാരന് മനസ്സിലാക്കാൻ പറ്റും. കാസർഗോട്ട് ഒരാൾ ചിലപ്പോൾ കണ്ണൂരുകാരോട് സംസാരിക്കുമ്പോൾ കണ്ണൂരുകാർക്ക് പോലും മനസ്സിലാവില്ല ചില വാക്കുകൾ. നേരെ തിരിച്ച് ഇവിടുന്ന് നമ്മുടെ കോഴിക്കോട് എല്ലായിടത്തും അത് പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു ന്യൂട്രലായിട്ടുള്ളൊരു രീതി സംസാരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളൊരു വോയിസ് ആക്ടിങ് അല്ലെങ്കിൽ ഡബ്ബിംഗ് ഒക്കെ മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടി നന്നാവും. നമ്മൾ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ വാക്കുകൾ ഉച്ചരിക്കുന്ന രീതി ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വർക്ക്സ് വരുന്നതാണ് ഒരു. തീർച്ചയായിട്ടും അതിൽ ഡബ്ബിങ്ങിൽ എനിക്കൊരു ചെറിയൊരു ആഡ് ഓൺ ചെയ്യാനുണ്ട്. ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്യങ്ങൾ, ഡോക്യുമെൻ്ററികൾ, ഓഡിയോ ബുക്സ്, ഗവൺമെൻറ് അറിയിപ്പ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഉച്ചാരണശുദ്ധി പരമാവധി നോക്കുന്നത് നല്ലതാണ്. പക്ഷേ അതേ സമയം നമ്മൾ ഒരു ക്യാരക്ടർ ഡബ്ബിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാ സമയത്തും ഉച്ചാരണശുദ്ധി ആവശ്യം ഉണ്ടാവില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് വോയിസ് ഓവറാണ്, പക്ഷേ ഡബ്ബിങ്ങും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡബ്ബിങ്ങിലേക്ക് പോകുമ്പോൾ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഒരു ക്യാരക്ടർ ഒരിക്കലും വളരെ ഉച്ചാരണശുദ്ധിയോട് കൂടിയിട്ടായിരിക്കില്ല സംസാരിക്കുക. വളരെ നാച്ചുറലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവിക സംസാരത്തിൻ്റെ ഇടയിലൊന്നും അങ്ങനെ ഉച്ചാരണശുദ്ധി ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഭംഗി എന്നൊക്കെ പറയുമ്പോൾ ആ ഭംഗി വരുമ്പോൾ ഇച്ചിരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അല്പം ഡ്രമാറ്റിക്കായിട്ട് ഓഫ് കോഴ്സ് അതിലേക്ക് വരുമ്പോൾ അത് ഗുണം ചെയ്യും. ഇപ്പോൾ രാജാക്കന്മാരുടെയൊക്കെ സിനിമകൾ വരുന്ന സമയത്ത് ഇപ്പോൾ ബാഹുബലിയിൽ വളരെ കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊരു അയ്യോ അതെ ആ ഒരു ഫീൽ കിട്ടില്ലല്ലോ. അവിടെ നമ്മൾ അമരേന്ദ്ര ബാഹുബലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ പറയുന്നതിനൊരു പ്രൗഡ് ഫീല് കൊടുക്കണം. അതേ സമയത്ത് അയ്യോ അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് എനിക്ക് കിട്ടില്ല. യെസ്, ആ ഡയലോഗ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ഞാൻ എന്ത് തന്നെയാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ വരാത്തത് കൊണ്ടാണ്. പക്ഷേ ഞാൻ ട്രൈ ചെയ്യായിരുന്നു. ഞാൻ അതല്ലാതെ വേറൊരു ഇപ്പം മമ്മൂട്ടിയുടെ തന്നെ ഒരു സിനിമ വരുന്നു പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ട്രെയിലർ വോയിസ് വന്നിരുന്നു. അത് വേണമെങ്കിൽ ഞാൻ ചെയ്ത് നോക്കാം. പക്ഷേ ഞാൻ അതിന് മുന്നേ ഈ പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഹിസ്റ്റോറിക് മൂവി അങ്ങനെയൊക്കെയുള്ള രാജാക്കന്മാരുടെ കഥകൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഉച്ചാരണശുദ്ധി മസ്റ്റാണ്. അപ്പോൾ ഏറ്റവും നല്ലതൊരാൾക്ക് ഞാൻ പറഞ്ഞ പോലെ സ്വിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. കാരണം ഒരാൾക്ക് കൊളോക്കിയലായിട്ടാണ് കൂടുതൽ സ്ലാങ് വരുന്നതെങ്കിൽ അയാൾക്ക് ഈ ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മലയാളത്തിൽ തന്നെ വളരെ പ്രഗത്ഭനായ ഒരു ആക്ടർ ഇതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സംസാരിക്കേണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രശ്നം ഇതാണ്, ആൾ ഗംഭീര ആക്ടർ എന്ന് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു ആക്ടർ കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഷയിലുള്ള ചില പരിമിതികൾ പല ക്യാരക്ടേഴ്സിലേക്കും പോകുമ്പോൾ ഈ പറയുന്നൊരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്വിച്ചിങ് പ്രോസസ്സ് പലപ്പോഴും നടക്കില്ല. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മൾ മമ്മൂട്ടിയുടെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി പല തരത്തിലുള്ള സ്ലാങ്ങിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ പ്രാഞ്ചിയേട്ടനാണെങ്കിൽ എന്തിട്ടാ ഷെവിയെ തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കുന്നു, കോട്ടയം കുഞ്ഞച്ചൻ്റെ മറ്റൊരു ഇതിലേക്ക് സംസാരിക്കുന്നു, രാജമാണിക്യത്തിലേക്ക് വരുന്ന സമയത്ത് തിരുവനന്തപുരം സ്ലാങ്ങിൽ സംസാരിക്കുന്നു, കോഴിക്കോടൻ സ്ലാങ്ങിൽ, കാസർഗോഡൻ ഭാഷയിൽ, അങ്ങനെ പല ഭാഷയിൽ മമ്മൂട്ടി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആ ഷിഫ്റ്റ് കുറേ കൂടെ എളുപ്പമായിട്ട് തോന്നുന്നു. ഞാൻ കണ്ടതിൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഏറ്റവും നല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടെ അദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ടി വരും. കാരണം ഇവർ അഭിനയിച്ചു കഴിഞ്ഞാൽ അവർ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ആ വേരിയേഷനിലേക്ക് പോകുമ്പോൾ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്.
അങ്ങനെ പോസിബിൾ ആകുമ്പോൾ നമുക്ക് ഏതൊരു ക്യാരക്ടറിലേക്ക് പോകുമ്പോഴും ആ ക്യാരക്ടറിന് പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ശബ്ദവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇതിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞു കുഞ്ഞാലിമരക്കാർ എന്ന് പറഞ്ഞ മൂവി തന്നെ ഒരു ട്രെയിലർ വോയിസ് ആയിട്ട് സന്തോഷ് ശിവൻ ചെയ്യുന്നു പറഞ്ഞിട്ട് വന്നിരുന്നു. അതിൻ്റെ ഒരു അതിങ്ങനെയാണത്: ഞാൻ ഈ ഉരുവാതിൽ കോട്ടയുടെ അധിപനായ കപ്പിത്താൻ, 500 വർഷം ഈ കോട്ട ചുറ്റുന്ന ആഴിപ്പരപ്പിൻ്റെ ആഴവും അറബിക്കടലിൻ്റെ ആരവവും എൻ്റെ ഒറ്റക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞ കാവൽക്കാരൻ, കാണാക്കരയും കടലും കടന്ന് പൊരുതി നേടിയ കീർത്തിയും പെരുമയും അളന്ന് കാലം എന്നിലൂടെ കടത്തിവിട്ട വീരയോദ്ധാക്കളുടെ ഇതിഹാസത്തിൻ്റെ സാക്ഷ്യം, കാലം എന്നെ കാവലേൽപ്പിച്ച ഈ ഇരുൾമൂടിയ കൊട്ടാരത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നൊരു ഡയലോഗുണ്ട്. അത് ഇങ്ങനെയല്ല കേട്ടോ അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെതായ സ്റ്റൈലിലാണ് പറഞ്ഞത്. മീൻസ് യെസ്. അപ്പോൾ അതിൽ അവിടെ പറയുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഉച്ചാരണത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ ഉരുവാതിൽ കോട്ടയുടെ അധിപനായ കപ്പിത്താൻ. ആ അധിപൻ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ പ്രൗഡ് ഫീൽ വരുന്നത്. അല്ലാതെ അധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എനർജി ഉണ്ടാവില്ല. ആ ഉച്ചാരണ ആ ശബ്ദം കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അതിന് ഫീൽ നഷ്ടപ്പെട്ടു പോകും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അലകളം വിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളി ഒരു പുളകം. അരുതരുത് കുതിരേ, അരുതരുത് കുതിരേ, മുതിരരുത് കുതിരേ, മുതിരരുത് കുതിരേ, അരുതരുത് കുതിരേ. പല ആളുകൾക്കുള്ള ഒരു ബുദ്ധിമുട്ട് ഇതാണ്. സംസാരിക്കുന്ന സമയത്ത് ക്ലാരിറ്റി കിട്ടുന്നില്ല, പറയുന്ന വാക്ക് അതേപോലെ വരുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലേക്ക് പരിഹരിക്കപ്പെടും. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഫ്ലോക്സിനോസ് ഇൻഹിബിലിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ടാവില്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. എനിക്കെന്തിനാ ഇതിൻ്റെ കാര്യം? ഞാനൊരു വോയിസ് ആർട്ടിസ്റ്റ് അല്ലല്ലോ, ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റ് അല്ലോ. ഡബിങ് ആർട്ടിസ്റ്റേഴ്സിന് മാത്രമല്ല, ഈ വോയിസിന് പവർ ഉണ്ടോ? വോയിസിന് വലിയ പവറുണ്ട്. ഓരോരുത്തരുടെ വോയിസിനും ഒരു മാജിക് ഉണ്ട്. സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗംഭീര, എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു ട്രാവലറാണ്. അപ്പം നിങ്ങളുടെ ഏതൊരാളുടെ വോയിസും മറ്റൊരാളുടെ വോയിസുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരോട് പറയുന്നത്.